നമ്മളുടെ പാരൻറ്റ്സ് വല്ലപ്പോഴാണ് നമ്മളൊക്കെ വിസിറ്റ് ചെയ്യാൻ വരിക യു കെയിലേക്ക്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണ് നമ്മുടെ പാരൻസിനെ യു കെയിലെ എല്ലാ നല്ല സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിക്കണം, എസ്പെഷ്യലി ലണ്ടൻ കൊണ്ടുപോയി കാണിക്കണം എന്ന് അല്ലേ. അവർക്കധികം നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ റിവർ ക്രൂസാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് അതിനകത്തിരുന്ന എല്ലാം ഏകദേശം എല്ലാ കാര്യങ്ങളും കാണാമല്ലോ. ടവർ ബ്രിഡ്ജും ലണ്ടൻ ഐയും പിന്നെ അതുപോലെ എല്ലാ ഐക്കോണിക്കൽ ബിൽഡിങ്ങുകളും കാണാൻ പറ്റി അവർക്ക്. മമ്മിക്ക് ലോങ് വീസ ഉള്ളതുകൊണ്ട് മമ്മി ഇടയ്ക്കിടയ്ക്ക് വന്ന് പോയി ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല അടിച്ചു പൊളിച്ചിട്ടുണ്ട്. സച്ചിൻ്റെ പാരൻസ് ആദ്യമായിട്ടാണ് ഞങ്ങളെ വിസിറ്റ് ചെയ്യണത്. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് അപ്പച്ചനും അമ്മച്ചനെയും കൊണ്ടുവന്ന് ലണ്ടനും ഇതെല്ലാം കാണിച്ചു കൊടുക്കണം. അവൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഇത്. വെസ്റ്റ്മിൻസ്റ്ററിൽ നേരെ പോയത് ബക്കിംഗ് പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. ബക്കിംഗ് പാലസിൽ അവിടെ ചെന്നപ്പോൾ ചേഞ്ച് ഓഫ് ഗാർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. പിന്നെ രാജാവിനെ രാജ്ഞിനെ അറിയില്ലെങ്കിലും പ്രിൻസസ് ഡയാനെ ഇഷ്ടമുള്ളതുകൊണ്ട് അവർക്ക് ഇതൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും ഇഷ്ടമായിരുന്നു. കടലും കരയും കഴിഞ്ഞ് നേരെ പോയത് കേബിൾ കാറിലേക്കാണ്. അപ്പോൾ ആകാശത്തായിരുന്നു ബാക്കിയെല്ലാം. ആകാശത്ത് നിന്നുള്ള വ്യൂ അടിപൊളിയാണല്ലോ. കേബിൾ കാറിൽ നിന്നുള്ള വ്യൂ സൂപ്പറാണ്. കാരണം 360 വ്യൂവും പനോറമിക് വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് ലണ്ടനെ കുറിച്ച് ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് എൻജോയ് ചെയ്ത് കാണാം. പിന്നെ ഫുൾ ഫാമിലി ഓണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഫിലിപ്പും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഫുള്ള് കറങ്ങാൻ വേണ്ടി. ആദ്യത്തെ ഡേ ബിസി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ടയേർഡായി നേരെ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്തു. പിന്നെ സെക്കൻഡ് ഡേ പോയത് ക്യൂ ഗാർഡൻ കാണാനാണ്. ക്യൂ ഗാർഡൻ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. സെക്കൻഡ് ഡേ ഇത്തിരി ഈസി ആക്കി ഞങ്ങൾ വെച്ചു അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഗാർഡനൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് അതിൻ്റെ അകത്തൊക്കെ കയറി സൂപ്പറായി ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്തു. പിന്നെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ട്യൂബിലൊക്കെ കയറി എല്ലാം എൻജോയ് ചെയ്ത് വീട്ടിൽ പോയി.